ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എണിച്ചിട്ട് ഇപ്പോൾ ഇരിക്കുക. ഇന്നലെ രാത്രി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഛർദിയും ഭയങ്കര തലവേദനയായിട്ട് മുതലക്കുട ആശുപത്രിയിൽ കൊണ്ടുപോയി. 10-11 മണി ആയപ്പോഴത്തേനും ഞാൻ ഓർത്തു ഇന്നലെ തന്നെ പോയി എന്ന്. എന്തായാലും വീണ്ടും എണിച്ചു വന്നു. തീരെ അവശതയായി പോയായിരുന്നു. അവർ തല സ്കാൻ ചെയ്യണം, എൻഡോസ്കോപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഛർദ്ദിച്ച് കണ്ട് ബ്ലഡ് മയം കണ്ടോണ്ടേ. ബ്ലഡ് അല്ലായിരുന്നു. ഞാനിപ്പോൾ രാവിലെ എനിക്കതൊരു ഓർമ്മ വന്നത്. അന്നേരം ഛർദ്ദിച്ച് അവശതയായതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അപ്പം അയണിൻ്റെ ഇഞ്ചക്ഷൻ ഇട്ടായിരുന്നു ഇന്നലെ. അതായിരുന്നു കറുത്ത കളറിൽ ഛർദ്ദിച്ചത്. അത് ബ്ലഡ് ബ്രൗൺ കളറിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ ഇതൊക്കെ യാത്ര ചെയ്യുക. അതുകൊണ്ട് അവർ ഛർദി നിൽക്കാൻ വേണ്ടി പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു വിട്ടു. എന്നാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കൊണ്ടൊക്കെ റിസ്ക്കാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോകുന്നു. നമുക്ക് പെട്ടെന്നൊന്നും അത്രയും പൈസ എടുക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വീട്ടിൽ വന്നു, കിടന്നുറങ്ങി. നേരം വെളുത്തെണിച്ചിപ്പോൾ ഇരിക്കുന്നു. ദൈവകൃപയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇഞ്ചക്ഷൻ അവരെടുത്ത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഛർദി മാറി. അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കോട്ടയത്തോ എവിടെയാണെന്ന് വെച്ചാൽ എത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പോന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നലെ രാത്രിയിലത്തെ വിശേഷങ്ങൾ. രാവിലെ കുഴപ്പമില്ലാതെ എണിച്ചിരിക്കുകയാണ്. തലവേദനയുണ്ട് ചെറുതായിട്ട്, എന്നാലും ഇന്നലത്തെ അത്ര സീരിയസ് ഇല്ല. എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ടോ. ഓക്കെ.